ക്രൈസ്തവ സന്യസ്തർ ഒരു പേടി സ്വപ്നമോ? സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്. ക്രൈസ്തവ സന്യസ്തർ എങ്ങനെ നമ്മുടെ ഇടയിൽ ഉള്ള കുറച്ചു പേർക്ക് ശത്രുക്കളും പേടി സ്വപ്നങ്ങളുമായി മാറി? നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സന്യസ്തർ ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമായുണ്ട്. തീവ്ര മതപ്രവർത്തകർ പറയുന്ന പോലെ ഇതര മതവിദ്വേഷ പ്രചാരകരോ വിഭാഗീയതയുടെ വക്താക്കളോ അല്ല ഞങ്ങൾ, മറിച്ച് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ആകെയുള്ളത് ജപമാലയും ബൈബിളുമാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായ ദൈവിക നാമം മറ്റുള്ളവരെ ആക്രമിക്കാനും കൊല്ലാനും ഞങ്ങൾ സന്യസ്തർ ഉപയോഗിക്കാറില്ല. മറിച്ച് ഞങ്ങൾ പിൻപറ്റുന്ന ക്ഷമിക്കുന്ന സ്നേഹം പഠിപ്പിച്ച യേശുക്രിസ്തുവിനെ മാതൃകയാക്കി നിർധനരെയും നിരാലംബരെയും അശരണരെയും രോഗികളെയും വിശക്കുന്നവരെയും പരിഗണിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവിക വചനങ്ങൾ ക്ലേശങ്ങളിലും കഷ്ടതകളിലും ദുരിതങ്ങളിലും ഞങ്ങൾക്ക് ശക്തിയായി കരുത്തായി തീരുകയാണ് ചെയ്യുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണമായി, ദാഹിക്കുന്നവർക്ക് വെള്ളമായി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമായി, ഭവനമില്ലാത്തവർക്ക് ഭവനമായി മാറുന്നതും രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നതും അവശരെ സഹായിക്കുന്നതും മരിച്ചവരെ അടക്കുന്നതും തെറ്റായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഏകദേശം 28 ദശലക്ഷം അല്ലെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ 2.3% മാത്രം ക്രിസ്ത്യാനികളാണുള്ളത്. അതായത് 143.81 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാജ്യത്ത് 28 ദശലക്ഷം വരുന്ന ക്രിസ്ത്യാനികളിൽ അതിൽ ഒരു ചെറിയ എണ്ണം മാത്രമുള്ള ക്രൈസ്തവ സന്യസ്തരെ കണ്ട് ഭാരത മക്കളിൽ കുറച്ചുപേർ എന്തിനാണ് പരിഭ്രാന്തരാകുന്നത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്ത അനേകരങ്ങൾ ഇന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ നൽകുന്ന സ്നേഹവും വിദ്യാഭ്യാസവും എന്തേ ചിലരിൽ ആശങ്ക പരത്തുന്നത്? അടിമത്തത്തിൻ്റെ നുകം ചുമലിൽ ചേറിയർക്ക് മുഖമില്ലാത്തവരുടെ മുഖമായും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും ഞങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് അരോചകമായി മാറുന്നത്? ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെയും വസ്ത്രധാരണത്തിൻ്റെയും സത്പ്രവർത്തികളുടെയും പേരിൽ ശത്രുക്കളെപ്പോലെ പെരുമാറാൻ ഞങ്ങൾ ആരും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അന്യായമായി കയറി വന്നവരല്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളും അവരുടെ പൂർവ്വപിതാക്കളും നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്തിൻ്റെ മക്കൾ തന്നെയാണ്. അതായത് വിശ്വാസം കൊണ്ട് വ്യത്യസ്തരാണെങ്കിലും ഞങ്ങളും ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ്. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പൗരന്മാർക്ക് അവരുടെ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ആ അവകാശത്തിന് മേൽ കൈകൾ വയ്ക്കാൻ നിങ്ങൾക്കാർക്കും യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്തു ധരിക്കണം, എവിടെ താമസിക്കണം, എന്തു ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടന അനുസരിച്ച് അവനവൻ തന്നെയാണ്. വിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഞങ്ങളുടെ അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല. ഇനിയും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒന്ന് മനസ്സിരുത്തി വായിച്ചു പഠിക്കൂ. ഭരണഘടനയുടെ 19-ാം ആർട്ടിക്കിൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് കോറിയിട്ടിരിക്കുന്ന തങ്കലിപികൾ കണ്ണു നിറയൊന്ന് കാണുന്നതും മനഃപ്പാടമാകുന്നതും നല്ലതാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കും മിഷണറി സന്യസ്തർക്കും എതിരെ നടന്ന നിരവധി ആക്രമണങ്ങളിൽ ഒന്നാണ് ഛത്തീസ്ഗഡിൽ വെള്ളിയാഴ്ച മലയാളികളായ 2 സന്യസ്തരെ മനുഷ്യക്കടത്തും മതമാറ്റവും ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചോ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചോ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചാൽ അടിയറവ് വയ്ക്കുന്ന വിശ്വാസങ്ങളല്ല ഞങ്ങളുടേത്. നെഞ്ചിൻ്റെ നെരുപ്പോടിൽ പന്തം കണക്കെ ആളിക്കത്തുന്ന വിശ്വാസമാണത്. തകർക്കാനാവില്ലൊരിക്കലും ഞങ്ങളിൽ ജീവനുള്ളിടത്തോളം കാലം. ഞങ്ങൾ ധരിക്കുന്ന ഈ സന്യാസ വസ്ത്രം ഞങ്ങളോടുള്ള ഞങ്ങളുടെ ജീവിത സമർപ്പണത്തിൻ്റെ അടയാളമാണ്. അത് പിച്ചു ചീന്തുവാൻ നിങ്ങൾ എന്തിനു പരിശ്രമിക്കുന്നു?
സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഞങ്ങൾക്കുമേൽ നിങ്ങൾ ആരോപിച്ചാലും ക്രൂരതയുടെ സംഹാരതാണ്ഡവം തുറന്നുവിട്ടാലും നിങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരങ്ങളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടിയും കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകിയും അനാഥർക്ക് അമ്മയും സഹോദരിയും മകളും കൂട്ടുകാരിയും ഒക്കെയായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും.